ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് നല്ല ദൈവം ഒരു ദിവസം കൂടെ ദാനമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് അന്ധകാര ശക്തികൾക്ക്, തിന്മയുടെ അടിമത്തങ്ങൾക്ക് അടിപ്പെട്ടു പോയ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈജിപ്തിന്റെ ഭവനമായ അടിമത്തത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവമേ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ, അവരെ ഓർത്ത് വേദനിക്കുന്ന മക്കളുടെ ദീനരോഗത്തിന്റെ വിലാപത്തിന്റെ മുന്നിലേക്ക് കർത്താവെ അവിടുത്തെ കരം നീട്ടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചക പുസ്തകം 60-ാം അധ്യായത്തില് 19-20 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകുവാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്, മറിച്ച് നിന്റെ ദൈവമായ കർത്താവായിരിക്കും. നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവം, നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ദൈവമക്കളെ, ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാക്കാണ്. ആ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. അന്ധകാര ശക്തികളിൽ നിന്ന്, അടിമത്തത്തിന്റെ എല്ലാ ചങ്ങലകളിൽ നിന്ന്, തിന്മകളുടെ ശക്തികളിൽ നിന്ന് നമ്മെ മോചിക്കാൻ കഴിവുള്ള ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. ലോകം മുഴുവനെ നമുക്ക് മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യസൂര്യനായിട്ട്, നിത്യപ്രകാശമായിട്ട് അവിടുത്തെ കരം നീട്ടണം. അവിടുത്തെ പ്രകാശം അങ്ങയുടെ മക്കളിലേക്ക് അവിടുന്ന് വീശണം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചന പുസ്തകം 59:1 പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല. രക്ഷിക്കുന്ന ആ കരം, കേൾക്കുന്ന ആ കാത്, നമ്മുടെ ദീനരോധനത്തിന്റെ വിലാപത്തിന്റെ ആ ശബ്ദം ആ കരങ്ങളിൽ കേൾക്കുന്നതാണ്. സ്വർഗത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് മഴ വർഷിച്ച് അനുഗ്രഹിക്കുന്ന പോലെ സ്വർഗത്തിന്റെ കവാടം നമുക്കായി തുറന്നു നിന്ന് നമ്മെ രക്ഷിക്കുന്ന യേശുനാമത്തിന്റെ ശക്തിയിൽ നമുക്കെല്ലാം വിട്ടുകൊടുക്കാം. കർത്താവെ, അവിടുത്തെ നിത്യപ്രകാശമായ ആ വഴിയിലൂടെ നടക്കുവാൻ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്കും നമ്മുടെ ചുറ്റും ദൈവമായ കർത്താവ് അനുഗ്രഹത്തിന്റെ, പ്രകാശത്തിന്റെ, അഭിഷേകത്തിന്റെ കോട്ട കെട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. വചനത്തിന്റെ കൊട്ടകെട്ടി യേശുനാമത്തിന്റെ ശക്തിയാല്, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണ മുദ്ര തന്ന് തിരു രക്തത്താല് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ വലിയ മധ്യസ്ഥം, ഈശോയുടെ വലിയ കാരുണ്യം, സ്വർഗത്തിലെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പ്രത്യേക കൂട്ടായ്മയുടെ അനുഭവം നമ്മെ നമ്മുടെ കുടുംബത്തെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.